പ്രിയമുള്ളവരെ നമസ്കാരം. ചെറിയ ചമ്മലൊക്കെ ഉണ്ടാളിന്, എന്നിരുന്നാലും തൻ്റെ ടീം തോറ്റിട്ടും അത് അംഗീകരിച്ചുകൊണ്ട് ജയിച്ച ടീമിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വളരെ ലളിതമായിട്ടുള്ള ആ വിലയിരുത്തൽ ഒന്ന് കേട്ടു നോക്കിയേ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അർജന്റീന തോറ്റു. വിഷമമൊന്നുമില്ല, പക്ഷെ മെസ്സി കരയുന്ന കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം. പക്ഷേ സ്പെയിൻ ഇന്നലെ നല്ല അടിപൊളി കളിയായിരുന്നു കേട്ടോ. അടിപൊളി കളിയായിരുന്നു സ്പെയിൻ്റെത്. അവർ നന്നായിട്ട് കളിച്ചു. അവർ കളിച്ച് തന്നെയാണ് ജയിച്ചത്. അവർക്ക് അർഹപ്പെട്ടതാണ് ആ ജയം. നമ്മൾ തോറ്റു, അപ്പം നമ്മളത് അംഗീകരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഇന്നലെ അടിപൊളി കളിയായിരുന്നു കേട്ടോ. 90 മിനിറ്റ് ആയിട്ടും അർജന്റീനയ്ക്ക് ആ ബോൾ കൊടുക്കുന്നേ ഇല്ല. അവർ അടിപൊളി കളിയായിരുന്നു. അർജന്റീനയ്ക്ക് എന്തോ പറ്റിയതാണെന്ന് അറിഞ്ഞൂടാ. സാധാരണ നമ്മൾ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ അർജന്റീന ലാസ്റ്റ് നിമിഷമാകുമ്പോഴെല്ലാം ഗോളടിക്കും എന്നൊക്കെയാണ്. അതാണ് അർജന്റീനയുടെ പ്രത്യേകത. അതായത് ലാസ്റ്റ് നിമിഷമൊക്കെ ആകുമ്പോഴത്തേക്കും ഗോളടിക്കുക, ഗോളടിച്ച് ജയിക്കുക, അങ്ങനെയൊക്കെയാണ് അർജന്റീനയുടെ പ്രത്യേകത. അപ്പോൾ നമ്മളും അങ്ങനെ വിചാരിച്ചാണ് കാത്തിരുന്നത്. പക്ഷേ പറ്റിയില്ല. എന്താണെന്ന് അറിയാൻ പാടില്ല. അതിന് ബോൾ അവിടെ കൈ കിട്ടുന്നുണ്ടായോ? കിട്ടുമ്പോൾ പോസ്റ്റിൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്ക് ഇവർ ഡിഫൻഡേഴ്സ് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഗോളടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഏതായാലും സ്പെയിൻ ജയിച്ചു. പിന്നെന്താണ്, പിന്നെ ഈ ലാമിൻ യമാൽ 19-ാം വയസ്സാണ്, 19-ാം ജേഴ്സി നമ്പറാണ്. പിന്നെ ഇന്നലെ 19-ാം തീയതിയാണ്. അങ്ങനെ കുറേ അത്ഭുതങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് ഈ ലാമിൻ യമാലും അതുപോലെ അർജന്റീനയും തമ്മിലുള്ള ലാമിൻ യമാലും മെസ്സിയും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഈ മെസ്സി ബക്കറ്റിൽ കിടന്നിരുന്ന ആ ലാമിൻ യമാൽ എന്ന ആ കുഞ്ഞിനെ എടുത്ത് കുളിപ്പിച്ച് ആ മെസ്സിയുടെ മുന്നിൽ തന്നെ ലാമിൻ യമാൽ ജയിച്ച് കാണിച്ചു കൊടുത്തു. അതൊക്കെ വല്ലാത്ത സംഭവം തന്നെ കേട്ടോ. അടിപൊളി. ഏതായാലും താങ്ക് യു ഫോർ വാച്ചിങ്.